ഗൈസ് ടു കൊമേഴ്സ് ഫാമിലി. നിങ്ങൾ ആനുവൽ എക്സാമിന് തകർത്ത് പഠിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ? നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പം നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് റൺ ഔട്ട് ആയി പോകാറുണ്ട്. എന്തുകൊണ്ടാണ്? ചില ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഒരുപാട് പോയിന്റ്സ്, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കുറേ പോയിന്റ്സ് ഓർത്ത് വെച്ച് പഠിക്കാനുണ്ട്. അപ്പം ഇങ്ങനെ കുറേ പോയിന്റ്സ് വരുന്ന സമയത്ത് ആദ്യത്തെ പോയിന്റ്സ് ഒക്കെ പഠിച്ച് ലാസ്റ്റ് പോയിന്റ്സ് എത്തുന്ന സമയത്ത് ആദ്യത്തെ പോയിന്റ്സ് ഒക്കെ മറന്നു. അങ്ങനെയല്ലേ അല്ലേ? എത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാലും 1-2 പോയിന്റ്സ് ഒക്കെ മറന്നു പോകുന്നു എന്നുള്ള പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടാവും. അപ്പോൾ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ ഹെൻറി ഫയോണിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 മാർക്ക് മുതൽ അതുപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ് ഹെൻറി ഫയോണിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏത് പ്രിൻസിപ്പിളാണ് ചോദിക്കുക എന്നൊന്നും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏത് പ്രിൻസിപ്പിൾ വേണമെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 14 പ്രിൻസിപ്പിൾസ് ആണ് ഓർത്ത് വെച്ച് പഠിക്കേണ്ടത്. സോ ഈ ഒരു പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കാനുള്ള ആ ട്രിക്ക്? ഐ യൂസ് ഡാറ്റ്സ് കോഴ്സ്. അപ്പോൾ ഈ ഐ യൂസ് ഡാറ്റ്സ് കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ട്രിക്കിൽ എല്ലാ പ്രിൻസിപ്പിൾസും ഇൻക്ലൂഡഡ് ആണ്. 14 പ്രിൻസിപ്പിൾസും ഉണ്ട്. ഐ സ്റ്റാൻഡ് ഫോർ ഇനീഷ്യേറ്റീവ്. അതുപോലെ തന്നെ യൂസിലേക്ക് വരുന്ന സമയത്ത് യു സ്റ്റാൻഡ് ഫോർ യൂണിറ്റി ഓഫ് കമാൻഡ്, എസ് സ്റ്റാൻഡ് ഫോർ സ്കെലാർ ചെയിൻ, ഇ സ്റ്റാൻഡ് ഫോർ എസ്പിരിറ്റ് ഡീകോപ്സ്. അതുപോലെ തന്നെ ഇനി ഡാറ്റ്സിലേക്ക് പോവാണ്. ഡിവിഷൻ ഓഫ് ലേബർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ടു ജനറൽ ഇൻട്രസ്റ്റ്. ഓക്കെ, കോഴ്സ് വരുന്ന സമയത്ത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ഓർഡർ, റെമ്യൂണറേഷൻ, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ഇക്വിറ്റി. 14 പ്രിൻസിപ്പിൾസും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 14 പോയിന്റ്സ്, 10 പോയിന്റ്സ്, 8 പോയിന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള കോഡുകൾ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ മിസ് പറയുന്ന കോഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകളാണെങ്കിൽ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും. അങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഡയഗ്രാം വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ 8 ഫോർമാൻസിനെയാണ് പഠിക്കാനുള്ളത് അല്ലേ? 2 ഡിപ്പാർട്ട്മെന്റിലായിട്ട് 4 ഫോർമാൻസിനെ വെച്ച് 8 ഫോർമാൻസിനെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സ്വാഭാവികമായിട്ട് മറന്നു പോകും, ഉറപ്പാണ്. അതും എന്ത് ചെയ്യാം, നമുക്കൊരു കോഡ് വെച്ച് തന്നെ പഠിക്കാം അല്ലേ? അപ്പം നമ്മൾ ആദ്യം തന്നെ പ്ലാനിങ് ഇൻചാർജിൽ വരുന്ന ഫോർമാൻസ് ഏതൊക്കെയാണ് എന്നതാണ് നോക്കാൻ പോകുന്നത്. ട്രിക്ക് ഇതാ പിടിച്ചോ. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. എന്താണ്? ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. പ്ലാനിങ് ഇൻചാർജ് നമ്മുടെ കൂടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രിപ്പിൽ ആരുണ്ട്? ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഫ്രണ്ടിന് നമ്മൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ടിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ഐഡിയ ഉണ്ട്. എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കറക്റ്റ് ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ട് എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻസ് തരും ഇല്ലേ? ഇൻസ്ട്രക്ഷൻസ് തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പോവാം. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ടൈമും കോസ്റ്റും സേവ് ആക്കാൻ പറ്റും ഇല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു. പ്ലാനിങ് ഇൻചാർജ് നമ്മുടെ കൂടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ഡിസിപ്ലിനേറിയൻ. അവൻ എന്തറിയാം? റൂട്ടിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് അറിയാം അല്ലെ? റൂട്ട് ക്ലർക്ക് റൂട്ടിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് അവൻ പ്രൊവൈഡ് ചെയ്യാണ്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈമും കോസ്റ്റും സേവ് ആയി. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഈസി അല്ലേ? ഒന്ന് ഓർത്ത് വെച്ച് നോക്കിയേ. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു, നമ്മുടെ കൂടെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, അവന് റൂട്ടിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈമും കോസ്റ്റും സേവ് ആയി. ക്ലിയർ? അപ്പൊ ഇങ്ങനെയുള്ള കോഡുകൾ ഉപയോഗിച്ച് പഠിക്കാം. ഇനിയിപ്പോ നമ്മൾ പ്രൊഡക്ഷൻ ഇൻചാർജിലേക്ക് വരികയാണ്. അവിടെ ആരുണ്ട്? ഇൻസ്പെക്ടർ ഉണ്ട്. ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഒരു പോലീസുകാരൻ. ഓക്കെ, ഇൻസ്പെക്ടർ വളരെ മോശമായിട്ടുള്ള ഒരു ഗ്യാങ് ബോസ് വളരെ സ്പീഡ് ബോസ് റിപ്പയർ ചെയ്തു. വളരെ മോശമായിട്ടുള്ള ഗ്യാങ് ബോസ് വളരെ സ്പീഡിൽ റിപ്പയർ ചെയ്തു. അപ്പൊ എന്തൊക്കെയുണ്ട്? സ്പീഡ് ബോസും ഉണ്ട്, റിപ്പയർ ബോസും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, കുറേ പോയിന്റ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോഡ്സ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ മിസ്സല്ല കോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലൈവ് കണ്ട കുറേ കുട്ടികൾക്ക് അറിയാൻ മതിയാവും. ലൈവിൽ വെച്ച് മിസ് ചോദിച്ചു, ആരാണ് ഈ ഒരു സ്റ്റാഫിംഗ് പ്രോസസ്സിന് കോഡ് പറയുക? അപ്പം അന്മേഷ് എന്ന് പറയുന്ന മിടുക്കൻ കുട്ടനാണ് ഈ ഒരു കോഡ് പറഞ്ഞിട്ടുള്ളത്. MR സ്പോർട്ട് PPC. അന്മേഷ്, നമുക്ക് ഓർത്ത് വെക്കാം, അന്മേഷ് ആണ്. ലൈവിൻ്റെ ഇടയിലാണ് മിസ്സിന് ഈ ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ലൈവിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ്?
MR Sport PPC. ഈ MR Sport PPCയിൽ നമ്മുടെ 8 പ്രോസസ്സ് അല്ലെങ്കിൽ 8 സ്റ്റെപ്സും ഇൻക്ലൂഡഡ് ആണ്. M stand for മാൻ പവർ റിക്വയർമെന്റ്, R stand for recruitment, and S stand for selection, PO stand for placement and orientation. അത്രത്തോളം അടിപൊളിയായിട്ടാണ് ഇവിടെ നോക്കിയേ, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ PO എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് വൺ T ആണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ആൻഡ് P പെർഫോമൻസ് അപ്രൈസൽ, ആൻഡ് അഗെയിൻ P എന്താണ്, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, ആൻഡ് C സ്റ്റാൻഡ് ഫോർ കോമ്പൻസേഷൻ. 8 സ്റ്റെപ്സിനെയാണ് നമ്മുടെ അന്വേഷ് ഒരു ചെറിയൊരു കോഡിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കോഡുകൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഓരോ ടോപ്പിക്സും എത്ര ടോപ്പിക്സിൽ എത്ര സബ് ഹെഡിങ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പോയിന്റ്സ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഓർത്ത് വെച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കോഡുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതാണ് ടോപ്പിക്, ഏതാണ് അതിനുള്ള കോഡ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ നോക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാണ്, എല്ലാവരും ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കോഡുകളും ഈ കമൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.